പോക്സോ പ്രതി സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്നാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ റിപ്പോർട്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഹെഡ്മാസ്റ്റർക്ക് ഒഴിയാൻ കഴിയില്ല എന്നും ഈ റിപ്പോർട്ടിലുണ്ട്. നടപടി കൂടി ശുപാർശ ചെയ്യാൻ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിലെ പ്രവേശനോത്സവത്തിലാണ് പോക്സോ കേസ് പ്രതി മുകേഷ് നായരെ പങ്കെടുപ്പിച്ചത്. TS ഹരികൃഷ്ണനുണ്ട്. ഹരി, ഗൗരവതരമായ വീഴ്ച എന്നുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരുത്തുന്നതാണോ ഈ റിപ്പോർട്ട്? ഉണ്ട്. ഫോർട്ട് ഹൈസ്കൂളിലെ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഈ അധ്യാപകർ കുറച്ചുകൂടി വിവേചന ബുദ്ധി കാണിക്കണമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ ഇന്നലെ ഈ സംഭവത്തിന് ശേഷം തന്നെ പറഞ്ഞിരുന്നു. അതായത് ഒരു പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ അതിഥിയായി ക്ഷണിക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അത് തെറ്റായ സന്ദേശമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആദ്യമേ തന്നെ വിലയിരുത്തിയതിനു ശേഷമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് DDക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ പ്രഥമ അധ്യാപകന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ സ്പോൺസറാണ് മുകേഷ് നായരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നാണ് പ്രഥമാധ്യാപകൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എങ്കിൽ കൂടിയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ഒരാളെ അതിഥിയായി ക്ഷണിക്കുമ്പോൾ അതിൽ നിന്ന് പ്രഥമാധ്യാപകന് മാറി നിൽക്കാൻ, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ആർക്കെതിരെ നടപടിയെടുക്കണമെന്നോ എന്ത് തരത്തിലുള്ള നടപടി വേണമെന്നോ റിപ്പോർട്ടിൽ പരാമർശിച്ചില്ല. അത് DDയോട് നിർദ്ദേശം, എന്ത് തരത്തിലുള്ള നടപടി വേണമെന്ന് DDയോട് ശുപാർശ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കുക.